ഹലോ. ഞാൻ ഇന്ന് രാവിലെ തന്നെ വന്നതേ നമ്മുടെ TG മോഹൻദാസ് ഒരു ഒരു ഇതും കൂടി ഇറക്കിയിട്ടുണ്ട്. സമരത്തിന് പോയതിലെ പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളാണ് പോയിരിക്കുന്നത് എന്ന് ഒരു പ്രസ്താവനയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിയിലത്തെ ആൾക്കാർക്കൊക്കെ തലയിൽ ഈ വേണ്ടാത്ത ബുദ്ധിയാണോ തോന്നുന്നത്? ഇത് പറയാനൊക്കെ അറിയുള്ളൂ. ഒന്ന് കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ആൾക്കാർ വെറും തെറിയാണ് എഴുതി വിടുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ സമരം ചെയ്യാൻ പോകുമ്പോൾ RSSൻ്റെയും ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരിൻ്റെ ഉള്ള പാർട്ടിയിലെ ആൾക്കാരും സമരത്തിന് പോകുന്നത്, അതിൽ സ്ത്രീകൾ അതിലത്തെ ആണുങ്ങൾ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാനാണോ പോണത്? എൻ്റെ ചോദ്യം. രണ്ടെണ്ണം, ഇത്രയും പ്രായമായ നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മര്യാദയാവാം. കാരണം ഈ പറഞ്ഞ ആളിൻ്റെ അമ്മ ഒരു സ്ത്രീയാണ്, ഇയാളുടെ ഭാര്യ ഒരു സ്ത്രീയാണ്, അവർക്ക് പെൺമക്കളുണ്ടെങ്കിൽ അത് സ്ത്രീയാണ്, അതിനും മക്കളുണ്ടെങ്കിൽ പെൺമക്കളുണ്ടെങ്കിൽ അതും സ്ത്രീയാണ്. നിങ്ങൾ അധിക്ഷേപിച്ചത് സ്ത്രീകളെയാണ്. എല്ലാ സ്ത്രീകളെയും ഒരേപോലെ കാണരുത്. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരിൻ്റെ സ്വഭാവം പൊതു സമൂഹത്തിൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി സമരം ചെയ്യാനും വർത്തമാനം പറയുന്നവരും എല്ലാം തെറ്റായ സ്ത്രീകളാണ് എന്ന ചിന്താഗതി നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് ഇത്തിരി കൂടുതലാണ്. രാവിലെ എണിച്ച് കുളിയും കഴിഞ്ഞ് തേച്ച മുണ്ട് ഷർട്ടും ഇട്ട് നെറ്റിയിലൊരു ചന്ദനക്കുറിയും മറ്റേ പൊട്ടും കയ്യിലൊരു ചുവപ്പ് ചരടും കെട്ടിയതുകൊണ്ട് നിങ്ങൾ മാന്യന്മാരാണെന്ന് കരുതാൻ പാടില്ല. ഈ മാന്യന്മാരല്ല എന്നുള്ളത് തെളിയിച്ചതാണ് ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന ആ പടുകളവൻ. ആ കളവൻ്റെ ആ പ്രസ്താവനയിൽ എനിക്ക് കേസ് കൊടുക്കാനും എല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ അതിന് നിൽക്കുന്നില്ല. എല്ലാ സ്ത്രീകളെയും വേണ്ടാത്ത ചിന്തകളോടുകൂടി കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ. മനസ്സിലായോ? അപ്പം നല്ല സ്ത്രീകളുണ്ട്, അവരിൻ്റെ മക്കളാണ് അവിടെ, എൻ്റെ മക്കളാണ്, അവരുടെ മക്കളാണ്, നമ്മുടെ ഇന്ത്യൻ്റെ മക്കളാണ്, നമ്മളെ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഡൽഹിയിൽ അത്രയും ജനങ്ങൾ അവിടെ വന്നത്. അല്ലാണ്ട് കോക്രോച്ച് പാർട്ടിനെ കോക്രോച്ചിലത്തെ ആൾക്കാർ മുഴുവൻ പോയ സ്ത്രീകളിനെ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അത്രയേ കൾച്ചറുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ വേഷം കെട്ടി കുറേ ഇറക്കിയ പോലീസുകാരുണ്ടായിരുന്നു അവിടെ. കൂലി കൊടുത്ത് പോലീസിൻ്റെ വേഷം ഇട്ടിട്ട് അവിടെ കുറേ ആണുങ്ങളുണ്ടായിരുന്നു. ഒരു പെണ്ണിൻ്റെ മാറത്ത് പിടിച്ചിട്ടാണ് അവനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ ചവിട്ടിക്കുട്ടി വലിച്ചെറിയും ഞാൻ ആ നായിൻ്റെ മകനെ. ഒരു പെൺകുട്ടിനെ ലാത്തി വടിയും കൊണ്ട് അവളുടെ ചന്തിയിലും കുത്തുന്നത് ഞാൻ കണ്ടു എൻ്റെ കണ്ണുകൊണ്ട്. അങ്ങനെ എത്രയോ സ്ത്രീകളെ നിങ്ങളാണ് പീഡിപ്പിച്ചത്. നിങ്ങളിൻ്റെ പാർട്ടിക്കാരാണ് വേഷം കെട്ടി വന്നിട്ട് മാന്യമായിട്ട് നിന്നിട്ട് പീഡിപ്പിച്ചത് നിങ്ങളുടെ ആൾക്കാരാണ്. അല്ലാതെ കോക്രോച്ച് പാർട്ടിൻ്റെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും CPIൻ്റെയും ആൾക്കാരൊന്നും അല്ല അവിടെ പീഡനം നടത്തിയത് നിങ്ങളുടെ ആൾക്കാരാണ്. മനസ്സിലായോ? അത്രയും ജനങ്ങൾ അവിടെ വന്നത് മുഴുവൻ ബലാത്സംഗം ചെയ്യും പറഞ്ഞിട്ട് അത് അനുഭവിക്കാൻ ഡൽഹിയിൽ പോകണോ? കിളവൻ്റെ തലയിൽ ഇത്രയേ ഉള്ളോ? സംസാരിക്കുന്നതിന് ഒരു കുറച്ച് മാന്യതയൊക്കെ ആവാം. അതെങ്ങനെയാ? നിങ്ങളുടെ തലയിൽ വേറെയല്ലേ ഇരിക്കുന്നത്? തൻ്റെ അച്ഛനും അമ്മൻ്റെയും കൾച്ചറായിരിക്കും താനത് വിളിച്ച് പറഞ്ഞതല്ലേ? അപ്പോൾ തനിക്ക് എത്ര മര്യാദയുണ്ട്, എത്ര കൾച്ചറുണ്ട്, എത്ര ഡീസൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായോ? എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണരുത്, ഒരുപോലെ സംസാരിക്കരുത്. തൻ്റെ വീട്ടിലിരുന്ന് പറയൂ. പൊതുനിരത്തിൽ വന്ന് സംസാരിക്കാൻ ഈ വക സംസാരിക്കാനുള്ളതല്ല അത്. ഇന്ത്യ എന്ന് പറയുന്നത് മക്കളുടെ ഇന്ത്യയാണ്, നമ്മളുടെ ഇന്ത്യയാണ്. ഓരോ പൗരനും അതിൻ്റെ അവകാശമുണ്ട്.
എല്ലാത്തിനും. അല്ലാണ്ട് നിങ്ങളുടെ കുത്തകയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നിങ്ങളുടെ കുത്തകയല്ല, ജനങ്ങളിൻ്റെയാണത്. മനസ്സിലായോ? ഈ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളുടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം. അതിനെയാണ് പറയുന്നത് ജനാധിപത്യം എന്ന്. അല്ലാണ്ട് നിങ്ങൾക്ക് കുത്തക എഴുതി തന്നിട്ടൊന്നുമില്ല ആരും, നിങ്ങളിൻ്റെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരിൻ്റെയും RSSൻ്റെ ആൾക്കാർക്കുമാണ് ഇന്ത്യ എന്ന് ആരും കരാർ എഴുതി തന്നിട്ടൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ജനങ്ങളിൻ്റെയാണ് ഇന്ത്യ. നിങ്ങൾ വാങ്ങുന്ന ശമ്പളം ഇത്രയും ജനങ്ങളിൻ്റെ നികുതി പണവും കൂടിയാണ്. അപ്പം നിങ്ങളെ ഇത്രയേ ഉള്ളൂ. ഈ മോഹൻദാസ് എന്ന് പറയുന്ന ആ പടുക്കിളവൻ അത്രയേ സംസ്കാരമുള്ളൂ അയാൾക്ക്. അതുകൊണ്ടാണ് അയാൾ അമ്മാതിരിയുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയത്. മനസ്സിലാവുണ്ടോ? നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ സംസ്കാരമില്ലാത്ത വെറും ആൾക്കാരാണ്. ഓക്കെ, ബൈ.